കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCNU കോഴ്സിൽ കവർ ചെയ്യുന്ന BCS 131 പ്രോഗ്രാമിംഗ് ഇൻ C++. ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ പാസ്റ്റ് ഒരു 5 സെഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ ആ ഒരു ഫോമാറ്റ്, ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു പാറ്റേൺ, എക്സാം പാറ്റേൺ അനാലിസിസ്, അതുപോലെ തന്നെ റെക്കറിങ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഓരോ ടോപ്പിക്കിന്റെയും ഒരു പ്രോബബിലിറ്റി, എത്രമാത്രം ക്വസ്റ്റ്യൻസ് വരാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫൈനലി നമ്മളൊരു പ്രെഡിക്റ്റീവ് പേപ്പർ ഡിസ്കസ് ചെയ്യും. ഒരു ഫുൾ പേപ്പർ മോണിറ്ററിംഗ് ആണ് ഇഗ്നോ എക്സാമിന് വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ദെൻ അതിന്റെ മോഡൽ ആൻസർ, മാർക്കിംഗ് സ്കീം ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആപ്പ് ത്രൂ അത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ഓരോ ബ്ലോക്കിലെ യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് ഊപ്സ് കോൺസെപ്റ്റ്സ് ആൻഡ് C++. യൂണിറ്റ് 1 വരുന്നതാണ്. ഊപ്സ് ഫണ്ടമെന്റൽസിൽ നിന്ന് വരുന്ന ആ ഒരു യൂണിറ്റിൽ നിന്നാണ്. അതിൽ ഊപ്സിന്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് വേഴ്സസ് സ്ട്രക്ചേഴ്സ്, അത് പാസ് പേപ്പേഴ്സിൽ 12 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 ഊപ്സിന്റെ ഫണ്ടമെന്റൽ, അതിൽ അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ഈ ക്വസ്റ്റ്യൻസ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 1 ഊപ്സ് ഫണ്ടമെന്റൽസ്, അതിൽ മെസ്സേജ് പാസിംഗ് 2 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 2 C++, അതിന്റെ ബേസിക്സ് ആൻഡ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്, അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫോർമാറ്റിംഗ് ആൻഡ് മാനിപ്പുലേറ്റേഴ്സ് 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനിയും യൂണിറ്റ് 2 C++ ബേസിക്സ് ആൻഡ് കൺട്രോളിൽ തന്നെ വരുന്നതാണ് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ, ലോജിക്കൽ പ്രിസിഡൻസ് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ദെൻ യൂണിറ്റ് 2 തന്നെ കൺട്രോൾ സ്ട്രക്ചേഴ്സ്, അതിൽ ഇഫ്, ഫോർ ലൂപ്പ്, ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ദെൻ കീവേഡ് വേഴ്സസ് ഐഡന്റിഫയേഴ്സ് യൂണിറ്റ് 2 തന്നെയാണ്, ഒരു പ്രാവശ്യം അത് ചോദിച്ചിട്ടുള്ളൂ. ദെൻ യൂണിറ്റ് 3 ക്ലാസസ് ആൻഡ് ഒബ്ജക്റ്റീവ് നിന്ന് ആക്സസ് സ്പെസിഫയേഴ്സ് ആൻഡ് ആക്സസിബിലിറ്റി 11 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി യൂണിറ്റ് 3 ക്ലാസസ് ആൻഡ് ഒബ്ജക്റ്റ്, അതിൽ മെമ്പർ ഫങ്ഷൻസ്, ഗ്ലോബൽ വേഴ്സസ് മെമ്പേഴ്സ്, ആ ഒരു പോർഷനിൽ നിന്ന് 10 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ഹൈലി റെലവൻറ്റ് ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 3 തന്നെ ഫ്രണ്ട് ഫംഗ്ഷൻ 9 ടൈംസ്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ക്ലാസസ് ആൻഡ് ഒബ്ജക്റ്റ് 4 ടൈംസ്, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി സ്റ്റാറ്റിക് മെമ്പേഴ്സ് 4 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻലൈൻ ഫംഗ്ഷൻസ് 3 ടൈംസ്, ദിസ് പോയിന്റർ 1 ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനിയും യൂണിറ്റ് 4 കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സിൽ കൺസ്ട്രക്ടർ, അതിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ, കോപ്പി കൺസ്ട്രക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 17 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഡിസ്ട്രക്ടേഴ്സ് ആൻഡ് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് 4 വരുന്നത്, 7 ടൈംസ്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ഓർഡർ ആൻഡ് ഇൻവോക്കേഷൻ ഇൻ ഇൻഹെറിറ്റൻസ് 2 ടൈം, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഇൻഹെറിറ്റൻസ്, അതിന്റെ ടൈപ്പ്, മൾട്ടിപ്പിൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് അതിൽ കവർ ചെയ്യുന്നില്ല, 21 ടൈംസ്, ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 1 ഇൻഹെറിറ്റൻസിൽ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് 2 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി യൂണിറ്റ് 2 ഓവർലോഡിങ്, ഫംഗ്ഷൻ, ഓപ്പറേറ്റർ, ഫംഗ്ഷൻ ഓവർലോഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്, ആ ഏരിയയിൽ നിന്ന് 9 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
ഇനി ഓപ്പറേറ്റർ ഓവർലോഡിങ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ഇനി ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 3 പോളിമോർഫിസം വേഴ്സസ് വെർച്വൽ. അതിൽ വെർച്വൽ വേഴ്സസ് പ്യുവർ വെർച്വൽ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് 23 ടൈംസ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനിയും ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 1 സ്ട്രീംസ് ആൻഡ് ഫയൽസ്, ഫയൽ സ്ട്രീംസ്, മോഡ്സ് ആൻഡ് പോയിന്റേഴ്സ് 13 ടൈംസ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി യൂണിറ്റ് 1 സ്ട്രീംസ് ആൻഡ് ഫയൽസ്, സ്ട്രീംസ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതിൽ സി ഔട്ട് സി ഇൻ സ്ട്രീം 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 2 ടെംപ്ലേറ്റ്സ് ആൻഡ് STL, അത് ക്ലാസ് ടെംപ്ലേറ്റ്സ് ആൻഡ് ഫംഗ്ഷൻ ടെംപ്ലേറ്റ്സ് 11 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 2 ടെംപ്ലേറ്റ്സ് ആൻഡ് STL ആൻഡ് കണ്ടെയ്നേഴ്സ് 10 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി യൂണിറ്റ് 3 എക്സെപ്ഷൻ ഹാൻഡിലിംഗിൽ ട്രൈ ആൻഡ് ക്യാച്ച് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ ആണ്. ഇനിയും യൂണിറ്റ് 4 കേസ് സ്റ്റഡി, ഇതിൽ കേസ് സ്റ്റഡി, ട്രാൻസാക്ഷൻ സിസ്റ്റം, ആ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ 3 ബ്ലോക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പാസ് പേപ്പേഴ്സിലെ ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് ഹൂപ്സ് ആൻഡ് C++, then block 2 inheritance and polymorphism, then block 3 advanced features. ഇനി നമുക്ക് ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് നോക്കാം. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റോ ആൻഡ് ബ്ലോക്ക് വൈസ്, നമുക്കിവിടെ ഈ ഒരു റോ വൈസും കോളം വൈസും ബ്ലോക്കും യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ബ്ലോക്ക് 1 നിന്ന് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് കാണാം. ഓക്കെ, ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് 3 ഹൈൽഡ് ടോപ്പിക്സ് ആണ്. അതിൽ വെർച്വൽ വേഴ്സസ് പ്യുവർ വെർച്വൽ അബ്സ്ട്രാക്ട് ക്ലാസ്സസ്, ആ ഒരു ഏരിയയിൽ നിന്ന് പാസ് പേപ്പേഴ്സിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ഇൻഹെറിറ്റൻസ് റിപ്പീറ്റഡ്ലി എക്സാമിന് വന്നിട്ടുള്ളതാണ്, അതിൻ്റെ ഡെഫിനിഷൻ, ടൈപ്സ്, ഡ്രോബാക്സ്, ഇതൊക്കെ. ഇനി മൂന്നാമത് കൺസ്ട്രക്ടേഴ്സ്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുകയാണെങ്കിൽ കൺസെപ്ഷണൽ, എക്സ്പ്ലെയിൻ, ഡിഫൈൻ, ഡിസ്കസ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിക്കുന്നതാണ്. 60 to 19 വേർഡ്സിലാണ് അപ്രോക്സിമേറ്റ്ലി എഴുതേണ്ടത്. പോയിന്റ് വൈസ് ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എക്സാമ്പിൾസ് ഇതിൽ കൊടുക്കണം. ഇനി പ്രോഗ്രാമിംഗ് ടാസ്ക്, റൈറ്റ് C++ പ്രോഗ്രാമിംഗ്, ഓപ്പറേറ്റർ ഓവർലോഡിംഗ്, ഫയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് 10 to 20 മാർക്സിന് ടിപ്പിക്കൽ റേഞ്ച് വരും. 10 to 20 ലൈൻസിൽ വേണം. വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ബ്രീഫ്ലി കോഡ് എഴുതിയിട്ട് ലോജിക്കും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഡിഫറൻഷിയേറ്റ്, കമ്പയർ, ഡിസ്റ്റിങ്വിഷ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ടിപ്പിക്കലി 4 to 6 ക്രിസ്പായിട്ടുള്ള പോയിന്റ്സ് ആണ് അവിടെ എഴുതേണ്ടത്. നമ്മൾ ടേബിൾ വരച്ചൊക്കെ എഴുതണം ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഷോർട്ട് നോട്ട് ടൈപ്പ് 4 into 5, അതായത് ഒരു ക്വസ്റ്റ്യൻ 4 മാർക്ക് വെച്ച് ചോദിക്കുക. 60 to 90 വേർഡ്സിൽ എഴുതണം. ഇനി കേസ് ലീഡ്, ഡിസൈൻ, പ്രോംപ്റ്റ്, ഈ ഏരിയയിൽ 10 to 20 മാർക്ക്. ഡയഗ്രാംസ്, കോഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാനായിട്ട്. ഇനി ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ കൺസെപ്ഷണൽ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ടൈപ്പ് 5 മാർക്ക് ക്വസ്റ്റ്യൻ, അതിൽ ഡെഫിനിഷന്, പ്രിൻസിപ്പിൾസ്, എക്സാമ്പിൾസ് വെച്ച് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിരിക്കും, 40 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി പ്രോഗ്രാമിംഗ് ടാസ്ക് ചോദിക്കാം 10 to 20 മാർക്സിന്. അതിൽ ഹൂപ്സ്, ആപ്ലിക്കേഷൻസ്, സിൻടാക്റ്റിക് കറക്റ്റ്നെസ്, ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിൽ ക്ലാസ്സസ്, ടെംപ്ലേറ്റ്സ്, ഫയൽ ഇൻപുട്ട് ഔട്ട്പുട്ട്, ഓപ്പറേറ്റർ ഓവർലോഡിങ്, ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി ഡിഫറൻഷിയേറ്റ്, കമ്പയർ, ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് കമ്പയർ ചെയ്ത് ഇപ്പോൾ ഓവർലോഡിങ് ആൻഡ് ഓവർ റൈഡിങ്, വെർച്വൽ വേഴ്സസ് പ്യുവർ വെർച്വൽ, 4 to 6 ബുള്ളറ്റ് കോൺട്രാസ്റ്റിൽ നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതണം. ഇനി ഷോർട്ട് നോട്ട് സെറ്റ് ക്വസ്റ്റ്യൻസ്, ഫോർ എക്സാമ്പിൾ എക്സെപ്ഷൻ, ഇൻഹെറിറ്റൻസ്, ഫയൽ സ്ട്രീമിംഗ്, ഓപ്പറേറ്റർ, 1 പാരഗ്രാഫിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, പാസ് പേപ്പേഴ്സിന്റെ ബേസിസിൽ ലാസ്റ്റ് 5 സെഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ ബ്ലോക്ക് 1 നിന്ന് ആവറേജ് ഒരു 61 മാർക്കോളം, ബ്ലോക്ക് 2 ഒരു 27, ബ്ലോക്ക് 3 24, ജനറലൈസ്ഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 20% ഓക്കെ. അപ്പം നമുക്ക് ജൂൺ 2022 തൊട്ട് ജൂൺ 2025 വരെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസിൽ ഒരു ഹൈപ്പ് കാണാം. അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് അല്ലെ കമ്പയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണാം.
കൺസെപ്ഷണൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനാണ് ഇമ്പോർട്ടൻസ് ഇൻക്രീസ് വന്നിട്ടുള്ള ഷോർട്ട് നോട്ട്സിൽ ഒരു സ്റ്റഡി ഫ്ലോ ആണ് കാണാൻ പറ്റുന്നത്. ഇപ്പം പാറ്റേൺ നോക്കുവാണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ. ക്വസ്റ്റ്യൻ വൺ ഹോൾഡ് സ്റ്റഡി അറ്റ് ഓൾമോസ്റ്റ് 40% ഓഫ് പേപ്പർ വിത്ത് 8 5-mark കൺസെപ്ഷണൽ സബ് പാർട്ട് ഇൻ എവറി സെഷൻ. ഈ ഒരു രീതിയിലായിരിക്കും. ഇനി പ്രോഗ്രാമിങ്ങിന്റെ വെയിറ്റേജ് ഒരു 8 to 22% വരാം. ഡിഫറൻഷിയേറ്റ്, കമ്പയർ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം നമുക്ക് എക്സാമിന്. എക്സാമിനേഷൻ ടിപ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 3 hours 100 mark ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്, 40 mark. പിന്നെ നമുക്ക് വരുന്നത് അറ്റംപ്റ്റ് എനി 3 of question 2 to 5. 75 minutes to നമുക്ക് എന്തിനു കൊടുക്കാം, ക്വസ്റ്റ്യൻ 1 കൊടുക്കാം. ദെൻ 30 minutes 5 mark ക്വസ്റ്റ്യൻസിന്, 20 mark ക്വസ്റ്റ്യൻ ഒരു 19 minutes കൊടുക്കാം. 15 minutes നമുക്ക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഒന്ന് നോക്കാനും എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ടേഴ്സ്, ഡിസ്ട്രക്ടേഴ്സ്, അതിൽ ടൈപ്സ്, ഓവർലോഡിങ്, ഇൻവൊക്കേഷൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 15 times ചോദിച്ചതാണ്. ടെംപ്ലേറ്റ്സ് ആൻഡ് STL, കോൺസെപ്റ്റ്സ് ആൻഡ് യൂസേജ് 11 times ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ഇൻഹെറിറ്റൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ടൈപ്പ് 10 times. വെർച്വൽ വേഴ്സസ് പ്യുവർ വെർച്വൽ, റോൾ ഓഫ് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് 8 times. ഓപ്പറേറ്റർ ഓവർലോഡിങ് 6 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ എക്സെപ്ഷൻ ഹാൻഡിലിംഗ്, പർപ്പസ് ആൻഡ് ട്രൈ ക്യാച്ച് 6 times ചോദിച്ചിട്ടുണ്ട്. ഇൻലൈൻ ഫംഗ്ഷൻ, ഡെഫിനിഷൻ ആൻഡ് യൂസ് 6 times ചോദിച്ചിട്ടുണ്ട്. ആക്സസ് സ്പെസിഫയേഴ്സ് ആൻഡ് accessibility rules 5 times. OOPS features, advanced advantages versus structured programming 5 times. Runtime polymorphism, dynamic binding 5 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടാനെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് ചെല്ലുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻസിയുടെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ടർ, ഡിസ്ട്രക്ടേഴ്സ്, ടൈപ്പ്, ഓവർലോഡിങ്, ഈ ഏരിയയിൽ ബ്ലോക്ക് 1 നിന്നാണ് വരുന്നത്. യൂണിറ്റ് 4 കൺസ്ട്രക്ടേഴ്സും ഡിസ്ട്രക്ടേഴ്സും വരുന്നത്. 15 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടെംപ്ലേറ്റ് ആൻഡ് STL, കോൺസെപ്റ്റ്സ് ആൻഡ് യൂസ് ബ്ലോക്ക് 3, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്. ഇനി യൂണിറ്റ് 2 ടെംപ്ലേറ്റ് ആൻഡ് STL 11 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡിഫൈൻ ഇൻഹെറിറ്റൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്പ് ബ്ലോക്ക് 2, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസത്തിന് യൂണിറ്റ് 1 ഇൻഹെറിറ്റൻസ് 10 times ചോദിച്ചതാണ്. 6.5 ആവറേജ് മാർക്ക്. വെർച്വൽ വേഴ്സസ് പ്യുവർ വെർച്വൽ, റോൾ ഓഫ് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ബ്ലോക്ക് 2, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം 8 times 5.5 ആണ് ആവറേജ് മാർക്ക്. ഓപ്പറേറ്റർ ഓവർലോഡിംഗ്, തിയറി, കോഡും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ബ്ലോക്ക് 2 നിന്നാണ് യൂണിറ്റ് 2 ഓവർലോഡിംഗ് ഫംഗ്ഷൻ ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഇനി എക്സെപ്ഷൻ ഹാൻഡിലിംഗ്, പർപ്പസ്, ട്രൈ ക്യാച്ച് ബ്ലോക്ക് 3 അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിൽ വരുന്നതാണ് യൂണിറ്റ് 3 എക്സെപ്ഷൻ ഹാൻഡിലിംഗ് 6 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇൻലൈൻ ഫംഗ്ഷൻ, അതിൽ ഡെഫിനിഷൻ ആൻഡ് യൂസ് ബ്ലോക്ക് 1, ബേസിക്സ് ഓഫ് ഊപ്സ് ആൻഡ് C++, യൂണിറ്റ് 3 ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് 6 times ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി ആക്സസ് സ്പെസിഫയേഴ്സ് ആൻഡ് ആക്സസിബിലിറ്റി റൂൾസ് ബ്ലോക്ക് 1, ബേസിക്സ് ഓഫ് ഊപ്സ് ആൻഡ് C++, യൂണിറ്റ് 3 ക്ലാസസ് ആൻഡ് ഒബ്ജക്റ്റിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി OOPS ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ബ്ലോക്ക് 1, ബേസിക്സ് ഓഫ് OOPS ആൻഡ് C++, യൂണിറ്റ് 1 OOPS അതിന്റെ ഫണ്ടമെന്റൽസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനി റൺ ടൈം പോളിമോർഫിസം, ഡയനാമിക് ബൈൻഡിങ് ബ്ലോക്ക് 2, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസത്തിൽ നിന്ന് യൂണിറ്റ് 3 വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. അപ്പൊ ഈ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു 54% കവർ ചെയ്യും. മറ്റു ക്വസ്റ്റ്യൻസ് ആണ് ഒരു 46% പാസ് പേപ്പേഴ്സിൽ കവർ ചെയ്തിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും നമ്മളൊന്ന്
പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് എടുത്ത് ഔട്ട്ലൈൻ ചെയ്ത് ഒരു 12 മിനിറ്റ്സോളം എടുത്ത് വേണം ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലി ഒരു 7 to 8 മിനിറ്റ്സ് എടുക്കാം. ആൻസർ ആർക്കിടെക്ചർ നോക്കുവാണെങ്കിൽ ഡെഫിനിഷന്, അതിൽ റൂൾസ് വരുന്നുണ്ടെങ്കിൽ അത്, ഡയഗ്രാംസ്, പ്രോഗ്രാംസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ യൂണിറ്റ് 1 ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഇൻഹെറിറ്റൻസ് പ്രോബബിലിറ്റി നോക്കുവാണെങ്കിൽ 100% പ്രോബബിലിറ്റി വരുന്നതാണ്. ഹോട്ട് ടോപ്പിക് തന്നെയാണത്. ബ്ലോക്ക് 3 അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് യൂണിറ്റ് 2 ടെംപ്ലേറ്റ്സ് ആൻഡ് STL ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബബിലിറ്റി 100% പറയാം. ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് ഹൂപ്സ് ആൻഡ് C++, അതിൽ ആക്സസ് സ്പെസിഫയേഴ്സ് ആൻഡ് റൂൾസ് 85.7% പ്രോബബിലിറ്റി ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി യൂണിറ്റ് 4 കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ് 85.7 ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി യൂണിറ്റ് 3 പോളിമോർഫിസം ബ്ലോക്ക് 2 ഇത് കവർ ചെയ്യുന്നത്. പോളിമോർഫിസം ആൻഡ് വെർച്വൽ അത് ഒരു 85.7 ഹൈലി പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 3 എക്സെപ്ഷൻ ഹാൻഡിലിംഗ് ട്രൈ ക്യാച്ച് 85.7 ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് ഹൂപ്സ് ആൻഡ് C++, അതിൽ ഹൂപ്സ് ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് സ്ട്രക്ചേഴ്സ് 71.4% ഹൈലി പ്രോബബിൾ ആണ്. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 C++ ബേസിക്സ് ആൻഡ് കൺട്രോൾ സ്ട്രീം മാനിപ്പുലേഷൻ 42.9 മീഡിയ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 3 ക്ലാസസ് ആൻഡ് ഒബ്ജക്റ്റ് ഇൻലൈൻ ഫങ്ഷൻസ് 42.9% മീഡിയ ലെവൽ ഓഫ് റെലവൻസ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 3 ക്ലാസസ് ആൻഡ് ഒബ്ജക്റ്റ് സ്റ്റാറ്റിക് മെമ്പേഴ്സ് 28.6 ലോ പ്രോബിലിറ്റി വരുന്ന ഏരിയ ആണ്. ബ്ലോക്ക് 2 ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസത്തിൽ ഓവർലോഡിംഗ്, ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആൻഡ് ഓവർ റൈഡിംഗ് 28.6% ലോ ലെവൽ ഓഫ് പ്രിഫറൻസ് വരുന്ന ഏരിയ ആണ്. ബ്ലോക്ക് 3 അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് യൂണിറ്റ് 1 സ്ട്രീംസ് ആൻഡ് ഫയൽ സ്ട്രീംസ് മോഡ്സ് ആൻഡ് പോയിന്റേഴ്സ് 28.6 ലോ ലെവൽ ഓഫ് പ്രോബബിലിറ്റി. വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് വൈസ് ഏറ്റവും കൂടുതൽ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇൻഹെറിറ്റൻസ് ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവലിൽ നോക്കുവാണ്. ഇൻഹെറിറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ടെംപ്ലേറ്റ്സ് ആൻഡ് HTL, ആക്സസ് സ്പെസിഫയേഴ്സ് ആൻഡ് റൂൾസ്, കൺസ്ട്രക്ടേഴ്സ് അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ്, വെർച്വൽ വേഴ്സസ് പ്യുവർ വെർച്വൽ, അബ്സ്ട്രാക്ട് ക്ലാസസ്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ ട്രൈ ക്യാച്ച്, ഹൂപ്സ് ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് വേഴ്സസ് സ്ട്രക്ചേർഡ്. ഇനി ഫ്രണ്ട് ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ട്രക്ടേഴ്സ് ആൻഡ് മെമ്മറി മാനേജ്മെന്റ്, ഓപ്പറേറ്റർ ഓവർലോഡിംഗ്, റൺ ടൈം പോളിമോർഫിസം, ഡൈനാമിക് ബൈൻഡിങ്, സ്ട്രീം മാനിപ്പുലേഷൻ, ഇൻലൈൻ ഫങ്ഷൻസ് ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന എക്സാമിന് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അലോട്ട് ചെയ്തിട്ടുള്ള ടൈം 3 hours ആണ്. 100 മാർക്ക് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1 is കമ്പൽസറി 40 മാർക്ക് ക്വസ്റ്റ്യൻ ആണത്. അറ്റംപ്റ്റ് എനി 3 ഫ്രം ക്വസ്റ്റ്യൻ 2 to ക്വസ്റ്റ്യൻ 5. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. A part, state 4 distinctive features of object-oriented programming and briefly construct them with the procedural approach. Block 1, Unit 1 in the question. B part, explain the rule of public, protected and private access. Include one situation where protected is essential. Block 1, Unit 3. C part, define runtime polymorphism and dynamic binding. Illustrate the dispatch mechanism conceptually. No code required. Block 2, Unit 3. D part, what is an inline member function? Discuss when inline can be counter-predictive. Block 1, Unit 3. In E part, summarize how constructors are invoked across single inheritance chain when the base has a parameterized constructor. Block 1, Unit 4. F part, describe the purpose of try-throw catch and the effect of catch by reference versus by code. G part, name the principal components of the STL and give one practical use each. No code required. Block 3, Unit 2. H part, explain file position with the seek G, seek P and tell G, tell P. When would you reset a stream's error state? Block 3, Unit 1. Any question number 2, 20 mark question ആണ്. അതിൽ A part 10 mark കവർ ചെയ്യുന്നു. Design an abstract base class shape with a pure virtual method area of and
Derive rectangle and circle. Demonstrate the runtime polymorphism using base class pointer array and compute the total area. Block 2, Unit 3. B part, 10 mark question. Create a class template, fixed state less than t, comma, create a base class template. നമുക്കൊരു template തന്നിട്ടുണ്ട്, fixed stack. അതിൽ parameters ആയിട്ട് t and t, n. That support push pop peak. Show its use with the int and string object. Include one exception case for stack overflow. Stack underflow. Block 3, Unit 2 എന്ന് ചോദിച്ച question ആണ്. ഇനി question number 3, 20 mark, 10 mark each. For a class resource, implement default parameterized and copy constructor. Show how copy constructors differ from copy assignment using small driver code. Block 1, Unit 4. B part, 10 mark question. Overload the plus equal operator for a vector 2D of x, y class and explain the rule that prevent overloading of certain operator. Provide a short text harness. Block 2, Unit 2. Any question number 4, 20 mark. A part, write a program that open a binary file of employee record, that is id int and id int, comma, name string, comma, salary double. Append one record, then use cg or telg to print the byte offset of the last record. Read. Block 3, Unit 1 എന്നുള്ള question ആണ്. B part, write a friend function that add two complex object while preserving encapsulation private data. In 4 to 5 line, justify when a friend is preferable to a member. Block 1, Unit 3. Any question number 5, short note type. Attempt any 4 ആണ്. First one, type of inheritance with a minimal diagram of each. Block 2, Unit 1. Second one, function template versus function overloading. Intent and resolution time. Block 3, Unit 2. Third one, stream manipulation. True, set W and set precision. Purpose and sample formatted output. Block 1, Unit 2. Any fourth one, virtual versus pure virtual effect on instantiation and inheritance design. Block 2, Unit 3. Static data members and static member function. One approach, use case. Block 1, Unit 3. Sixth one, exception safety level. Basic, strong, not row, concise definition with one example scenario. Block 3, Unit 3. ഇത്രയാണ് നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പാസ്റ്റ് പേപ്പേഴ്സിൻ്റെ ബേസിസിലുള്ള ഈ ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസും ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് വേണം അറ്റ്ലീസ്റ്റ് ഒരു 2 times എങ്കിലും ഇതൊന്ന് എഴുതി നോക്കി നമ്മളൊന്ന് പഠിച്ചിട്ട് വേണം എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകാം. അപ്പം നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെർൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.